ഇതുവരെ അങ്ങനെ ഒരു അപേക്ഷ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. കാരണം നിയമസഭ ഇന്നലെ തുടങ്ങാൻ ഇന്നലെ ശുപാർശ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മീഡിയ റിപ്പോർട്ട് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററും സോഫാർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ വെർബലായി ഏതെങ്കിലും അവരുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങൾ ചെയ്തു എന്നുള്ളവരോ അങ്ങനെ ഒരു കാര്യവും ഇതുവരെ എന്നെയോ എൻ്റെ ഓഫീസിനെയോ രേഖാമൂലം അവരെ അറിയിച്ചിട്ടില്ല. അല്ല, അത് വ്യക്തമല്ലേ. കാരണം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരായി ഇതുവരെയും ഒരു പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അത് FIR എടുത്തിട്ടില്ല. പരാതിക്കാരും രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗവൺമെൻറ് കേസെടുക്കാൻ പറ്റുക? എങ്ങനെയാണ് പോലീസിന് കേസെടുക്കാൻ പറ്റുക? അത് കാരണം നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല. അത് തീർച്ചയായും ആരാണോ അവിടെ ഇരയാകുന്നത് അവർക്ക് കോടതിയിൽ പോകാം. കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. നമ്മുടെ മുന്നിൽ പല കേസുകളുണ്ട്. കോടതിയിൽ ചെല്ലുമ്പോൾ അതെല്ലാം തള്ളിപ്പോകുന്ന പല കേസുകളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. Is being defended and supported by the leader of the opposition belonging to the Congress party. Obviously, you've suspended him because you have found that he has indeed done something wrong. പാലക്കാട് MLA സസ്പെൻഡ് ചെയ്തെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ എന്തേ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി സ്പീക്കറെ അറിയിക്കുന്നില്ല? സ്പീക്കർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടാൽ ഇത് വ്യക്തം. കോൺഗ്രസ് ഭരണഘടന അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ കൺകെട്ട് സസ്പെൻഷനാണ് നടത്തിയതെന്ന വിമർശനം ശരിവെക്കുന്ന കാര്യങ്ങളാണ് നടന്നത്. എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ടും രാഹുലിനെ കോൺഗ്രസ് MLA-മാരുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയുള്ള കത്ത് സ്പീക്കർക്ക് നൽകിയില്ല? രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് VD സതീശൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റൊരു ചോദ്യം, ആ തീരുമാനം വാർത്താക്കുറിപ്പായി ഇറക്കിയോ? വാക്കാൽ പറഞ്ഞാൽ പോരല്ലോ. വാർത്താക്കുറിപ്പ് ഇറക്കാൻ എന്താണ് മടി? ആരെയാണ് ഭയക്കുന്നത്? ഈ സംഭവത്തിന് തൊട്ടു മുൻപ് സംഘടനാ നടപടിയെടുത്ത കേസിൽ കോൺഗ്രസ് പാർട്ടി വാർത്താക്കുറിപ്പ് ഇറക്കിയതല്ലേ? രാഹുൽ മാങ്കൂട്ടത്തലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് ടൈപ്പ് ചെയ്യാൻ പോലും ഇന്ദിരാഭവന് ഭയമാണോ? ബൃന്ദാക്കാരാട്ട് ചോദിച്ചതുപോലെ നടപടിയെടുത്തു എന്ന് പറയുന്നവർ തന്നെ അയാളെ ന്യായീകരിക്കുന്നു. സതീശനും ഷാഫിയും രാഹുലും അടങ്ങുന്ന സംഘമാണ് കോൺഗ്രസിനെ ഭരിക്കുന്നതെന്ന പൊതുവിചാരം അപ്പോൾ ശരിയാണ്. പാർട്ടിയുടെ ഭരണഘടന പറയും പ്രകാരം സംഘടനാ നടപടി എടുക്കാനാവുന്നില്ലെങ്കിൽ കോൺഗ്രസ് നടത്തുന്നത് കൺകെട്ടുവിദ്യ മാത്രമാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വി വസീഫ്, DYFI സംസ്ഥാന പ്രസിഡന്റ്, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് നിരീക്ഷകൻ, N ശ്രീകുമാർ, വീക്ഷണം മുൻ എഡിറ്റർ. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ചർച്ചയിലേക്ക് കോൺഗ്രസ് പാനലിസ്റ്റുകളെ അയക്കില്ല എന്ന ഒരു തീരുമാനമുണ്ട്. കോൺഗ്രസ് സഹയാത്രികൻ കൂടിയായിട്ടുള്ള വീക്ഷണത്തിൻ്റെ, കോൺഗ്രസിൻ്റെ മുഖപത്രമായിട്ടുള്ള വീക്ഷണത്തിൻ്റെ മുൻ എഡിറ്റർ ശ്രീകുമാർ അല്പസമയത്തിനകം എത്തും എന്നാണ്, മറ്റൊരു ചർച്ചയിലാണ്, അതിനുശേഷം എത്താം എന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വസീഫുണ്ട്, അഡ്വക്കേറ്റ് ലാൽകുമാറുണ്ട്. ആദ്യം വസീഫിലേക്ക്. വസീഫ്, യഥാർത്ഥത്തിൽ ഇന്നലെ വടകരയിൽ, ഞാൻ പല വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നേരെ ഇന്നലെ വടകരയിലുണ്ടായ സംഭവത്തിലേക്ക് തന്നെ ഒന്ന് വരാമെന്ന് വിചാരിക്കുന്നു. കാരണം MP ആയിട്ടുള്ള ഷാഫിയെ ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട കേസിൽ നിങ്ങൾ എന്തിന് ഈ വിധം തടയുന്നു? ഈ കേസാകെയും അല്ലെങ്കിൽ ഈ ആരോപണങ്ങളാകെയും വന്നിട്ടുള്ളതും കേസും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയല്ലേ? ഷാഫിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് രാഷ്ട്രീയ വിമർശനമല്ല, അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന പ്രധാനപ്പെട്ട വിമർശനം പല കോണിൽ നിന്നും ഉയരുന്നുണ്ടല്ലോ. ഞാനത് പറയാൻ കാര്യം, ഇപ്പോൾ ഈ നേരത്ത് നടക്കുന്ന പല ചർച്ചകളിലും ഏതോ ഒരു ചർച്ചയുടെ തലക്കെട്ടായി കണ്ടത് ഷാഫി വേഴ്സസ് CPIM എന്ന നിലയിലെ മാധ്യമ തലക്കെട്ടുകൾ വരുന്നു. ഷാഫിക്കെതിരായ സമരം ബൂമറാങ് ആയോ എന്ന ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന തരത്തിലേക്ക് ആ വടകര എപ്പിസോഡിനെ ഇങ്ങനെ മാറ്റി തീർക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറുന്നു. നായ പ്രയോഗം നടത്തി, നായെന്ന് വിളിച്ചാൽ നോക്കി നിൽക്കാനാവില്ല എന്നൊക്കെയാണ് ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന് പിന്നാലെ DYFI സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ വസീഫ് അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം തന്നെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DYFI എന്തു പറയുന്നു? എന്തു വിശദീകരണമാണ്? ശരത്ത്, ഇവിടെ ഇന്നലെ വടകരയിൽ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതിഷേധം, ഒരു പ്രതികരണം ആ വടകരയിലെ DYFIക്കാർ നടത്തിയത് നമ്മളൊക്കെ കണ്ടതാണ്. വലിയൊരാൾക്കൂട്ടമോ മറ്റോ സംഘടിപ്പിച്ചിട്ടല്ല. അങ്ങനെ ഷാഫിയെ
MP-യെ തടയണം എന്ന് DYFI എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ചെയ്യുന്നവരാ, അല്ലാതെ ഒരു മിന്നൽ സമരം നടത്തുന്ന ആളുകളൊന്നല്ല ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചതാണ് നേരത്തെ. നിരവധി തവണ സംസ്ഥാന സെക്രട്ടറിയും ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് DYFI. അതിലെവിടെയും വടകര MP-യെ തടയണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ വടകര MP-യുടെ ഈ വിഷയത്തിലെ ഒളിച്ചുകളി, അതുപോലെ തന്നെ പങ്ക് എല്ലാം ഈ നാടിന് മുമ്പിലുണ്ട്. വളരെ കൃത്യമായി വടകര MP പാലക്കാട് MLA സഹായിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജനം വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും പാലക്കാട് MLA തള്ളിപ്പറയാൻ വടകര MP തയ്യാറായിട്ടില്ല. തുടക്കത്തിൽ ഇവിടെ ഇല്ല, എന്തോ ബീഹാറിലോ മറ്റോ പോയി എന്ന് പറഞ്ഞു, ന്യായം പറഞ്ഞു തിരിച്ചു വന്നിട്ടുള്ള പത്രസമ്മേളനം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ സമൂഹമാകെ ആഗ്രഹിക്കുന്നില്ലേ വലിയ രീതിയിൽ ഈ പറയുന്ന ചെയ്തികൾ ചെയ്ത MLA-യെ തള്ളിപ്പറയുകയും അവരെ രാജിവെപ്പിക്കണം എന്നൊക്കെ ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ആ സമൂഹമാകെ പ്രതീക്ഷിക്കുന്നുണ്ട് ഷാഫിയിൽ നിന്നൊരു പ്രതികരണം. ഷാഫിയുടെ ഒരു തള്ളിപ്പറയുന്ന ഒരു പ്രതികരണത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം പാലക്കാട് MLA തള്ളിപ്പറഞ്ഞില്ല. നമ്മൾ കാണേണ്ടത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇവർ രണ്ടും കൂടി ചെയ്ത ഒരുപാട് വിക്കികളുണ്ട്. അവിടെ ഒരുപാട് പ്രവർത്തികൾ, ചെയ്തികൾ നമ്മളൊക്കെ കണ്ടതാണ്. അവിടെ നീലപ്പെട്ടിയിൽ പണം വന്നു എന്നുള്ള ആക്ഷേപം വന്നു വലിയ രീതിയിൽ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പിന്നീട് വന്ന് സാക്ഷാൽ MLA നീലപ്പെട്ടി തുറന്ന് കാണിച്ചൊരു നാടകം നമുക്കൊക്കെ അറിയാം. ഇവരുടെ ഒരു രീതി, ഇവരുടെ ഒരു നാടകത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കുക എന്നുള്ള നിലക്കാണ്. യഥാർത്ഥ വസ്തുതകളെ അവരങ്ങ് ന്യായീകരിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. അതിനനുസരിച്ച് ഇവരുടെ കയ്യിൽ എന്തുണ്ട്? കുറച്ച് മാധ്യമമുണ്ട്, ബാക്കി ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട്. വലിയ രീതിയിൽ പണവും മറ്റുമൊക്കെ കൂട്ടി ചേർത്ത് വെച്ച കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിനെക്കുറിച്ച്, ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഒരേ വാക്ക്, കുത്ത്, കോമ ഒന്നും വ്യത്യാസമില്ലാതെ ഒരു 100ഓളം പേജുകളിൽ, 100ഓളം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കയറി വരും. ഈ ഷാഫിക്ക് വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയൊക്കെ വരും. അവരെ ന്യായീകരിക്കാൻ, അവരൊന്ന് പ്രതിസന്ധിയിലായാൽ, അവരൊരു പ്രയാസത്തിലായാൽ അങ്ങനെ വരും. ഇപ്പോഴും അത് വന്നുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഉമാ തോമസിനെതിരെ, സാക്ഷാൽ KC വേണുഗോപാലിൻ്റെ ഭാര്യയ്ക്കെതിരെ എല്ലാം എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ ഷാഫിക്കും രാഹുലിനും വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇടപെട്ടത്. അവരുടെ കമൻറ്റുകൾ, അവരുടെ പോസ്റ്റുകൾ ഒക്കെ ഭീകരമായി വന്നില്ലേ? അപ്പോൾ പാലക്കാട് MLA ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ എന്താണോ അതാണ് രാഹുൽ. അങ്ങനെയായിരുന്നല്ലോ. അല്ലാതെ ഇവർക്ക് പറയാൻ പറ്റുമോ? ഷാഫി അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? ഞാൻ എന്താണോ അത് തന്നെയാണ് രാഹുൽ എന്താണോ അതാണ് ഷാഫി. അങ്ങനെ അത്രയും വലിയ ബോണ്ടിങ് ആയിരുന്നു ഇവർ തമ്മിൽ. അങ്ങനെയായിരുന്നു. ഈ വിഷയത്തിൽ ഷാഫിക്ക് ഒരറിവുമില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? നെഞ്ചത്ത് കൈവച്ച് ഷാഫിക്ക് പറയാൻ പറ്റുമോ ഈ വിഷയങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നല്ല ധാരണകളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ടിയിരുന്നു, ഒരിക്കലെങ്കിലും പറയണ്ടേ ഞങ്ങൾ തള്ളി പറയുന്നു എന്ന്. അതൊക്കെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ നാടകം കളിച്ച് എന്തൊരു മര്യാദക്കാരനായി പോയതാ. നിങ്ങൾ നേരെ തിരിച്ച് ഇത് മറ്റൊരു ഭാഗത്ത് ആലോചിച്ച് നോക്കി. ഇത്രയും ഗൗരവമായ വിഷയം, ഒരു സാധാരണ ഈ പറയുന്ന പോലെയുള്ള ആക്ഷേപങ്ങളോ സംശയത്തിന് എന്തെങ്കിലും കണിക അവശേഷിക്കുന്ന ആക്ഷേപങ്ങളോ ഒന്നും അല്ലല്ലോ. ഭീകരമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള ഒരു സ്ത്രീ വേട്ട എന്ന് തന്നെ പറയുന്ന തരത്തിലുള്ള വേട്ടകൾ അല്ലേ നടന്നത്? എന്തൊരു അപമാനകരമായ സംഭവമാണ് കേരളത്തിന് തന്നെ. അങ്ങനെയുള്ളൊരു അപമാനകരമായ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ രാഹുൽ ഷാഫി കൂട്ടുകെട്ട് ആണ് കേരളത്തിലെ ഒരു വലിയ ചർച്ച എന്നുള്ള സാഹചര്യം നമുക്കൊക്കെ അറിയാം. അപ്പോൾ അവിടെ ഒരു പ്രതികരണം ഉയർന്നു വന്നു. ആ പ്രതിഷേധം നടക്കുന്ന സമയത്ത് നോക്കൂ നിങ്ങൾ, ഇവർ പുറത്തുവിട്ട വീഡിയോ അല്ല, ഇവർക്ക് പുറകിൽ നിന്ന് ഈ MP-യുടെ പുറകിൽ നിന്ന് അദ്ദേഹം കൊണ്ടു നടക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ, കുറേ സെക്രട്ടറിമാരുണ്ട്, അതിലൊരാൾ
തെറി വിളിക്കുക. നമ്മൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയക്കാം, നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് ആദ്യം ആ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ആദ്യം തെറി വിളിക്കുന്നത്. ആ തെറി വിളി വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുറത്തു നിൽക്കുന്ന പ്രവർത്തകർ തിരിച്ചു തെറി വിളിക്കും. ചെറുപ്പക്കാരല്ലേ, വലിയ രാഷ്ട്രീയ ഔന്നത്യവും അങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുഖത്തടി കിട്ടുമ്പോൾ മറുമുഖം കാണിച്ചു കൊടുത്തു നിൽക്കുന്ന ആളല്ലല്ലോ. നിങ്ങൾ നോക്കുക ഷാഫിയുടെ പെർഫോമൻസ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് എന്തായിരുന്നു? മര്യാദക്ക് പോലീസ് പറഞ്ഞ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അങ്ങ് പോവുകയല്ലേ വേണ്ടത്. അങ്ങനെ പോകാനല്ലല്ലോ തയ്യാറായത്. അവരവിടെ മാധ്യമങ്ങളുണ്ട്, ഇദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ കൂലിപ്പടയൊക്കെ ഇറങ്ങി റെഡിയായി എന്ന് കണ്ടപ്പോൾ വണ്ടിയിൽ നിന്നൊരു ഇറങ്ങിയിട്ടൊരു ഭയങ്കര പെർഫോമൻസ്, ക്രൗരഭാവത്തിൽ എന്തൊക്കെയാണ് പറയുന്നു കൂട്ടുന്നത്. അവിടെ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നോ? അതിൻ്റെ തുടർച്ചയായി പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ തെരുവിലേക്ക് പറഞ്ഞയച്ച് പന്തവും കൊടുത്തയച്ച് തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ പോലീസിനെ ആക്രമിക്കാനൊക്കെ നേതൃത്വം കൊടുത്തില്ലേ? ഇതൊരു സുവർണാവസരമായിട്ട് അവർ ഉപയോഗിക്കല്ലേ? ആരാ ഇതിൻ്റെ പിന്നിൽ? ഇത് മൊത്തത്തിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടില്ലേ ഈ ഷാഫി രാഹുൽ കൂട്ടുകെട്ടിൻ്റെ അപകടം എന്താണ് എന്ന്? ഇന്നലെയും ഇന്നുമൊക്കെ അവരുണ്ടാക്കിയ ഒരു പുകിൽ എത്രത്തോളമുണ്ട്? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു പ്രതിഷേധവും പ്രതികരണമൊക്കെ ഉയർത്തുക എന്നുള്ളത് ജനാധിപത്യപരല്ലേ? അത് ഉയർത്തുമല്ലോ. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാർക്കെതിരെയൊക്കെ ഇവർ നടത്തിയ പ്രക്ഷോഭങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തിനേറെ പറയുന്നു, വീണ ജോർജ് മന്ത്രിയെ ഇവർ തടഞ്ഞപ്പോൾ വീണ ജോർജ് മന്ത്രി പുറത്തിറങ്ങിയിരുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കാണിക്ക്. ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വലിയ മാന്യനാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നാടകം കളിക്കുന്ന MP-യുടെ വീഡിയോ നിങ്ങളൊന്ന് കാണിക്ക്. ആ ചെറുപ്പക്കാരോട് അദ്ദേഹം കാണിച്ച ഒരു വെല്ലുവിളി ഒന്നുമില്ല. ആ മണ്ഡലത്തിലെ വോട്ടർമാരല്ലേ ഇവരൊക്കെ. എത്ര ക്രൂരമാണ്. അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ബോധപൂർവമായ ഒരു കലാപത്തിലേക്ക് ആ പ്രവൃത്തിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ആരാ? ഈ MP ഷാഫി പറമ്പിലാ. അദ്ദേഹം ഒരു കലാപമോ ഒരു വലിയ സംഘർഷമോ ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത്, ജാള്യത മറക്കാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നല്ല ജാഗ്രത വേണം എന്ന് ഞങ്ങളുടെ സഖാക്കളോട്. നല്ല ജാഗ്രത വേണം. ഈ ഷാഫി രാഹുൽ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന് അപകടമായിട്ടുള്ള വലിയ രീതിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടാണ്. ഇവരെന്തും ചെയ്യും, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്, എന്തും പറയും, എന്ത് നുണയും പറയുന്ന തരത്തിലേക്ക് പോകുന്നവരാണ്. ആരെയും ആക്രമിക്കും. അതുകൊണ്ട് നല്ല ജാഗ്രത വേണം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ എവിടെയും ആ MP-യെ തടയാൻ തീരുമാനിച്ചിട്ടില്ല. തടയാൻ തീരുമാനിച്ച ശരത്തിന് ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്, തടയാതെ ഒന്നും നിന്നിട്ടില്ല. ഞങ്ങൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തടഞ്ഞെടുത്ത് നിൽക്കും. അത് MP ആയാലും ആരായാലും. അതിനുശേഷിയുള്ള പ്രസ്ഥാന DYFI. പക്ഷെ ഞങ്ങൾ ഇവിടെ അങ്ങനെ തടയാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തും. അത് ജനം ആഗ്രഹിക്കുന്നുണ്ട്. മേലിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ആവർത്തിക്കാത്ത തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. വടകരയിലും പാലക്കാടും ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ ആശയപ്രചാരണം ഒരു സമരമായി DYFI ഏറ്റെടുക്കുമെന്നാണോ? തീർച്ചയായിട്ടും. ഈ MP-യെയും ഈ രാഹുൽ മാങ്കൂട്ടത്തെയും അതുപോലെ VD സതീശന്റെ നിലപാടുകളെയും ഒക്കെ തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ പ്രചാരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും. ഒരു തർക്കവും വേണ്ട. ശരി, ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് കൂടി വരികയാണ്. ലാൽ, ഇന്നലെ ഉണ്ടായ സംഭവം, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആ ദൃശ്യങ്ങൾ കാട്ടിയിരുന്നു. അവിടുത്തെ പ്രാദേശിക ചാനൽ കേബിൾ ടെലിവിഷൻ അത് ചിത്രീകരിച്ചിരുന്നു. ഇന്നലത്തെ ഒരു ചർച്ചയിൽ, മറ്റൊരു ചാനൽ ചർച്ചയിൽ ഷാനിബും ഇപ്പോൾ വസീഫും ആ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ നായ എന്ന് വിളിച്ചു, അത് കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് MP പറയുന്നതാണ് ഇന്നലെ ആകെ എല്ലാവരിലേക്കും പ്രസരിച്ചൊരു കാര്യം. പക്ഷേ ആ വീഡിയോ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ സമരക്കാരായിട്ടുള്ള ആളുകൾ, പ്രതിഷേധിച്ച DYFIക്കാർ വളരെ രോഷാകുലരായി പാഞ്ഞെടുക്കുന്നത് ഷാഫി പറമ്പിലിരിക്കുന്ന മുൻ സീറ്റിലേക്കല്ല, പകരം പിൻ സീറ്റിലേക്കാണ്. അതിനർത്ഥം പിൻ സീറ്റിലിരുന്ന ഒരാൾ അവിടെ നിന്ന് ഈ വിധം ഇങ്ങോട്ടേക്ക് ഇവരെ നായ എന്ന നിലയിൽ, നായ എന്ന് വിളിക്കുന്ന നിലയിലൊരു പ്രയോഗം വന്നു. അപ്പോൾ അത് നീ ആരാടാ എന്ന് ചോദിക്കുന്ന വിധത്തിലേക്ക് അവർ ബാക്ക് സീറ്റിലേക്ക്, നമ്മൾ കുറച്ച് മുമ്പ് ആ ദൃശ്യങ്ങളുണ്ട്, പക്ഷേ അത് നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റും അത് മറ്റുള്ള ഒരാളുടെ വിഷ്വൽ ആയതുകൊണ്ട് തന്നെ കൊടുക്കുന്നതിന് ചില സാങ്കേതിക പരിമിതികൾ ഉള്ളതുകൊണ്ട്. ദാ നോക്കൂ, ഷാഫി മുൻപിലാണ് ഇരിക്കുന്നത്, മുൻ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇത് തുടക്ക സമയമാണ്. ദാ ഈ ചെറുപ്പക്കാർ, പ്രതിഷേധക്കാർ ബാക്ക് സീറ്റിലിരിക്കുന്ന ആളുകളോട്, ദാ ഇവരോട് റൈറ്റ്
ഈ സമയം ഷാഫി ഇറങ്ങിയിട്ടില്ല. ഷാഫി ആ വണ്ടിയിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്താണ് പിന്നിൽ നിന്ന് ഈ പ്രകോപനം ഉണ്ടാകുന്നത് എന്നുള്ളത് ഇന്നലെ ഷാനിബും വസീഫും പറഞ്ഞു. ആ ദൃശ്യം അതാണ്. അതേ തുടർന്ന് അത് വഷളാകുന്നു, അല്ലെങ്കിൽ അത് രംഗമൊന്ന് ഗംഭീരമാകുന്നു എന്ന് കണ്ടപ്പോഴാണോ ഷാഫി പുറത്തേക്ക് ഇറങ്ങിയത്? അവിടെ നിന്നാണ് മാധ്യമങ്ങളിലേക്കൊക്കെ ഒരു വലിയ ശ്രദ്ധ പിടിച്ചു പറ്റും വിധത്തിലേക്ക് അതിൻ്റെ ഒരു നറേറ്റീവ് മാറുന്നത്. ഞാനത് ചോദിക്കാൻ കാര്യം ലാൽകുമാർ, ഞാൻ മുമ്പ് വസീഫിനോട് ചോദിച്ചതുപോലെ ഇന്നത്തെ മാധ്യമങ്ങളുടെ ഒരു രീതി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ശക്തമായ നിലപാട് മാധ്യമങ്ങൾ സ്വീകരിച്ചുവെങ്കിൽ ഇന്നലെ കിട്ടിയൊരു അവസരത്തിൽ ഇന്ന് മാധ്യമങ്ങൾ മാറുകയാണ്. ഞാൻ അതേക്കുറിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് തലക്കെട്ടുകൾ മുമ്പ് വസീഫിനോട് ചോദിച്ചത്. ഷാഫി വേഴ്സസ് CPIM, ഷാഫിക്കെതിരായ സമരം ബൂമറാങ് ആയോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് പിന്നിലെ ആ താല്പര്യത്തെ ലാല് ഏത് വിധത്തിൽ കാണുന്നു? കഴിഞ്ഞ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒന്നൊന്നര ആഴ്ചയായി കേരളത്തിൽ UDF നേരിടുന്ന ഒരു സങ്കീർണമായ ഒരവസ്ഥയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂവിൽ നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരാഗ്രഹത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അതിന് ഉത്തമ ഉദാഹരണം ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മിനിഞ്ഞാന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനമാണ്. അദ്ദേഹത്തിൻ്റെ ആംഗ്യങ്ങളൊക്കെ കണ്ടാൽ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, വലിയ ശക്തമായ ശരീരഭാഷ ഉപയോഗിക്കുന്ന, കമ്പോസ്ഡായിട്ട് നിൽക്കുന്ന ഒരാൾ വളരെ വീക്കാവുകയും അതിനുപരി അദ്ദേഹം ഏതാണ്ട് കരയുന്നതിനോടറ്റം എത്തുന്നത് പോലെയാണ് ആ ശബ്ദത്തിൻ്റെ ഒരു മോഡുലേഷൻ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ടത്. കാര്യം നിങ്ങൾ വളരെ കൃത്യമായി കണ്ടാൽ മനസ്സിലാവും, VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ കമ്പോഷർ ഇല്ലാതല്ല അദ്ദേഹം ഒരിക്കലും സംസാരിക്കുന്നത്. ഇനിയും വരാനുണ്ട്, ഇങ്ങോട്ട് വരുട്ടുന്നു, CPM-നെയും BJP ഏതാണ്ട് ചെയ്തു കളയും എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു കളയുന്നത്. എന്തിനാണ് ഇത് കൈവച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങ് ചെയ്യുന്നേ. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ ഇതുവരെ നിങ്ങൾ ഉപയോഗിക്കാഞ്ഞത് എന്താണുള്ളത്? ഒരായുധത്തിന്റെ പേര് പറയൂ. ഒരായുധം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് CPM-നെതിരെ, ഇടതുപക്ഷത്തിനെതിരെ, പിണറായി വിജയനെതിരെ, പിണറായി വിജയന്റെ മക്കൾക്കെതിരെ ഒക്കെ കിട്ടിയ കാര്യങ്ങൾ ഇതുവരെ. ഹലോ ഹലോ ലാൽ, കേൾക്കാമോ? കേൾക്കാം. എന്തോ പറഞ്ഞ പോലെ തോന്നി. സോറി, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഈ സൂമിന്റെ ഒരു പ്രശ്നമാണേ. അപ്പൊ ഇത് ഇവർ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരുന്നിട്ടില്ല. ഇപ്പൊ ഞാൻ പൊട്ടിക്കും എന്ന് നെടുപടി വേണു പറയുന്നത് പോലെ കൈ വെച്ചോണ്ടിരിക്കാതെ അങ്ങ് പൊട്ടിക്കുന്നേ. നമ്മൾ എന്തായാലും കാണാവുന്നേ. ഞാനത് അങ്ങനെ തന്നെ കണക്കാക്കുന്നേ. കാര്യം ഇവരെന്ത് പൊട്ടിച്ചാലും ഇപ്പുറത്ത് നമ്മളത് നേരിടണമല്ലോ, അല്ലേ? നമ്മൾ സജ്ജരായി നിൽക്കുവാണെങ്കിൽ ആ നേരിടാൻ നിൽക്കുന്ന യുദ്ധത്തിൽ ഇപ്പുറത്ത് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങളൊരു അല്പം മാന്യത കാണിക്കണ്ടേ? നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ ആയുധവും കിട്ടിയിട്ട്, അല്ലെങ്കിൽ അണുബോംബ് പോലൊരു സാധനം കിട്ടിയിട്ട് അത് നിങ്ങൾ കൈ വെച്ചുകൊണ്ടിരിക്കേണ്ട, നമ്മുടെ നെഞ്ചത്തോട് ഇട്ടോ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ കയ്യിലിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ പറയുന്ന വിഷയത്തിലേക്ക് വരാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കോൺഗ്രസിന് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് കോൺഗ്രസ് പുറത്തിറങ്ങാനായി അവർ തന്നെ ഒരു വലിയ ശ്രമം നടത്തുന്നു എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഷാഫിയിലേക്ക് വരാം. ഷാഫി പറമ്പിലിന്റെ ഇന്നലത്തെ ആ എപ്പിസോഡ് ഒരു മിനിറ്റത്തേക്ക് ഞാനൊന്ന് മാറ്റി വെക്കാം. ഞാൻ അതിലേക്ക് ഉറപ്പായിട്ടും വരാം. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം കൂടി ചേർന്നാണ് പല തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇപ്പൊ നോക്കൂ, നിലമ്പൂർ പോലൊരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയെക്കാട്ടിലും കൂടുതൽ റീൽസ് ഇറക്കിയിരിക്കുന്ന ആൾക്കാർ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും കൂടിയാണ്. ഇവരാണ് ഈ പറയുന്ന ലീഡിംഗ് ഫോഴ്സ്, അല്ലെങ്കിൽ ദ ടോർച്ച് ബെയറർ ഓഫ് ദ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന രീതിയിൽ ഒരു ഇംപ്രഷൻ കൊടുക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു പരിധിവരെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും വിജയിക്കുകയും ചെയ്തു. ഞാൻ ആ കഴിഞ്ഞ ദിവസം മുമ്പേ പറഞ്ഞ VD സതീശന്റെ ശരീരഭാഷയുമായി ചേർത്ത് വെച്ച് എനിക്കൊരു കാര്യം വായിക്കാനുണ്ട്. കാരണം VD സതീശൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം KPCCക്ക് അകത്ത് ഈ പറയുന്ന മുതിർന്ന നേതാക്കളെ എല്ലാം ചേർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ശക്തമായ ഒരു നിലപാട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കുഴപ്പം, ഷാഫിയും ഈ യങ് ബ്രിഗേഡോട് ചേർന്ന് നടത്തിയില്ല, അത് സമ്മതിച്ചില്ല. പക്ഷെ VD സതീശനും KC വേണുഗോപാലും, VD സതീശനും KPCC പ്രസിഡന്റും K മുരളീധരനും സുധീരനും രമേശ് ചെന്നിത്തലയും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ശക്തമായ നടപടിയെടുത്ത് ഇദ്ദേഹത്തിനോട് MLA സ്ഥാനം വരെ രാജിവെക്കണം, അതിന്റെ എന്ത് കോൺസിക്വൻസ് ആണെങ്കിലും അത് നമുക്ക് സഹിച്ചാലും തെറ്റില്ല എന്ന് ഒരു തീരുമാനം അവരൊരു കൺസെൻസസിൽ എത്തിയിട്ട് അത് നടപ്പാക്കാൻ ഷാഫിയുടെ മുന്നിൽ, രാഹുൽ മാങ്കൂട്ടം ആ ഫ്ലോറിലില്ല എന്ന് വെച്ചാൽ ഷാഫിയുടെ മുന്നിലും ഈ യങ് ബ്രിഗേഡിന്റെ മുന്നിലും VD സതീശന് നടന്നില്ല. ഇതിന്റെ ഫ്രസ്ട്രേഷനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കാണിച്ചത്. അത് നമുക്ക് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തമായി നിന്ന ആൾക്കാർ ആര് എന്ന് ചോദിച്ചാൽ ഷാഫിയുടെ പേരാണ് മാധ്യമങ്ങൾ പറയുന്നത്. അത് ശരിയുമായിരിക്കണം, തെറ്റാണ്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആരോ നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, വാർത്തകൾ വന്നതും അതിനൊക്കെ ഉപരി
രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആൾക്കാർ, കോൺഗ്രസിനകത്തെ സ്ത്രീകളെല്ലാം ഒന്നടങ്കവും ആ തോമസിലുള്ള ആൾക്കാർ പുറത്താക്കണമെന്ന് തന്നെ പറഞ്ഞു, ഇല്ലേ? അങ്ങനെ പറഞ്ഞൊരു KC വേണുഗോപാലിന്റെ ഭാര്യയൊക്കെ പ്രതികരിക്കുന്ന ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ ഭാര്യ പ്രതികരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഷാഫിയിൽ നിന്ന് ഒരു രാഹുൽ മാങ്കൂട്ട അനുകൂല നിലപാട് KPCCക്ക് അകത്തുണ്ടായി എന്നുള്ളതാണ് ഇന്നലെ കണ്ടതിന്റെ ആ എപ്പിസോഡിന്റെ പ്രശ്നം. അതല്ല ഇവിടുത്തെ അടിസ്ഥാനപരമായ നേരിടുന്ന ഷാഫിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം. ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നു എന്ന ജനറൽ ഇംപ്രഷൻ ഈ നാട്ടിലുണ്ട്. അത് ഒരു സ്ത്രീയോട് മോശം ചെയ്തു എന്ന് കരുതുന്ന അതിന്റെ തെളിവുകൾ പാർഷ്യലായെങ്കിലും നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നു, മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ആ ചോദ്യ ശരങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുകയും അതിനകത്ത് ഒരു കാര്യം മാത്രം പിക്ക് ചെയ്ത് പ്രതികരിക്കുകയും ചെയ്തു. അതൊരു പ്രശ്നമല്ലേ? അപ്പൊ അങ്ങനെ അദ്ദേഹം തന്നെ ഏതാണ്ട് ഒരു അഡ്മിറ്റഡ് ഫാക്റ്റായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ ഷാഫി എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കണം? കാര്യം ഷാഫിക്ക് എന്തായാലും ഇങ്ങനെ ഒരു ഇല്ലീഗാലിറ്റി കാണിച്ച ആളെ എൻഡോഴ്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഷാഫി എന്തുകൊണ്ട് ഈ പറയുന്ന ആളുടെ കൂട്ടത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ പരസ്യമായ നിലപാട്, അല്ലെങ്കിൽ KPCCക്ക് അകത്ത് നിലപാടെടുക്കണം എന്നുള്ള ചോദ്യം വരുന്നു. കൂടാതെ നോക്കൂ, ഷാഫി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതൊരു വലിയ പ്രശ്നമല്ലേ? സ്ത്രീ ഈ പറയുന്ന VD സതീശൻ ആദ്യം പ്രതികരിച്ചു. ഓരോ ആൾക്കാരും KPCCക്ക് അകത്തുള്ള എല്ലാ സ്ത്രീകളും ഒന്നടങ്കം ഒരുപോലെ പ്രതികരിച്ച ഒരു വിഷയത്തിൽ നിങ്ങളുടെ സൗഹൃദമുള്ള നിങ്ങൾ ഫീൽഡ് ചെയ്ത പാലക്കാട് നിങ്ങളുടെ പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ ജയിപ്പിച്ചെടുത്ത എല്ലാവരും എതിര് നിന്നപ്പോഴും നിങ്ങൾക്ക് ഇയാളെ മതി എന്ന് പറഞ്ഞ് ഈ ആറന്മുള പോലെ അല്ലെങ്കിൽ അടൂരിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്ത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് ജയിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അതിൽ എന്തുകൊണ്ട് ഇദ്ദേഹം പ്രതികരിക്കുന്നില്ല? ആ പ്രതികരണം ഇല്ലായ്മ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. താങ്കൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ പുറയിലോട്ട് പോകുന്നു, ഇതൊക്കെ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യണം. അത് KPCC പ്രസിഡന്റിനാണെങ്കിലും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും ഓരോരുത്തർക്കും ഇതിനെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊന്നിലേക്ക് കൊണ്ടുകൊണ്ടതുകൊണ്ട് ഇന്നലെ കണ്ടത് ഒരു വ്യക്തമായ നാടകമാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിൽ കൂടുതൽ ഒരു കാര്യം അതിനകത്ത് ഇല്ല. അത് വ്യക്തമായ നാടകമാണ്. അതിൽ നിന്ന് മാറേണ്ടതായിട്ടുള്ള ആവശ്യം കോൺഗ്രസ് ഈ ICUവിൽ ബെഡിൽ കിടക്കുന്ന കോൺഗ്രസ്, വായു വലിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ആവശ്യം എന്ന് മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. റൈറ്റ്. ഇവിടെ വസീഫ്, ഇവിടെ നിന്ന് മറ്റു പല കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പറയുന്നത് വളരെ ധീരമായ, VD സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ധീരമായ നടപടി സ്വീകരിച്ചു കോൺഗ്രസ്. സസ്പെൻഷൻ നടപടി രാഹുലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. ഇന്നിപ്പോൾ സ്പീക്കർ പറഞ്ഞത് കേട്ടില്ലേ? പ്രതിപക്ഷ നിരയിലെ കോൺഗ്രസിലെ MLA എന്ന നിലയിൽ നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നു. പക്ഷേ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ അംഗത്വത്തിൽ നിന്ന് അതിൽ നിന്ന് ഒഴിവാക്കിയ രേഖാമൂലമോ വാക്കാലോ ഒരാളും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ പ്രതിപക്ഷത്ത് നിന്നോ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു അഭിപ്രായവും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അറിയിക്കലോ ഒന്നും സ്പീക്കറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. സ്പീക്കറോടും അക്കാര്യം അറിയിച്ചിട്ടില്ല. ഇന്ന് സ്പീക്കർ തന്നെ ഇന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? വലിയ വിമർശനം നിങ്ങളൊക്കെ ഇപ്പോൾ ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ടല്ലോ. അതിനെ കുറെ കൂടി ബലപ്പെടുത്തുന്നതും ശരിവെക്കുന്നതുമാണോ ഈ കാര്യങ്ങൾ? ഇന്ന് സ്പീക്കറിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യം എന്തു പറയുന്നു വസീഫ്? ഈ UDF എന്ന് പറയുന്നത് പൊതുവെ ഒരു ഉഡായിപ്പ് മുന്നണിയാണ്. നമുക്കൊക്കെ അറിയാം. ഒരു കൃത്യതയും വ്യക്തതയും അവരുടെ ഒരു കാര്യത്തിൽ ഉണ്ടാവാറില്ല, ഒരു കാലത്തും ഇല്ല. ഇവിടെ തന്നെ ഇവരിപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ വലിയ മാതൃകാ നടപടി സ്വീകരിച്ചു. ഇവരുടെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതാണ് മാതൃകാ നടപടി. ഈ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ KC വേണുഗോപാലിന് വീട്ടിൽ കയറാൻ പറ്റുമോ? അത് നമ്മൾ കാണണ്ടേ? KC വേണുഗോപാലിൻ്റെ ഭാര്യ ഫേസ്ബുക്കിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു എഴുത്തെഴുതി അങ്ങ് ഇടുക. എന്താ കേരളത്തിലെ വീടുകളിലെയൊക്കെ സ്ഥിതി? എന്താ ജനങ്ങളുടെ ഒരു ഈ വിഷയവുമായിട്ടുള്ള പ്രതികരണം? ഇവർക്ക് മുഖം രക്ഷിക്കണ്ടേ? എന്തെങ്കിലും പറയണ്ടേ? ആകെ അങ്ങ് തകർന്നു പോയില്ലേ ഇവർ? 1-2 കേസാണോ ശരത്തെ? എത്ര കേസ്? അതും ഗുരുതരമായ ആരോപണമല്ലേ? ഒരു പെൺകുട്ടിയെ എനിക്ക് കൊല്ലണമെങ്കിൽ എത്ര സമയം വേണമെന്ന് ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് വരിക. 2 തവണ മാധ്യമങ്ങളെ കണ്ടു. ഒരിക്കൽ പോലും അതൊക്കെ തെറ്റാണ്, എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് എന്നൊന്നും MLA പറഞ്ഞില്ലല്ലോ. എവിടെയെങ്കിലും പറഞ്ഞോ? ഈ ഷാഫി പറഞ്ഞോ? ഈ പറയുന്ന VD സതീശൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അവർ പറയുന്ന കേസില്ലല്ലോ എന്നോ. പിന്നെ എന്തിനാ ഇവർ നടപടിയെടുത്തത്?
ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇവരുടെ കയ്യിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പരാതികൾ, തെളിവുകൾ എല്ലാമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നിക്കക്കള്ളി ഇല്ലാതെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ എന്ന് പറഞ്ഞ് ഇവർ കാണിച്ചത്. അങ്ങനെയല്ലേ ചെയ്തത്? ഇവർ സംരക്ഷിച്ചതല്ലേ വിൻസെൻ്റ് MLA? മാലയിട്ട് സ്വീകരിച്ചതല്ലേ? ഇതേപോലെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എൽദോസ് കുന്നപ്പള്ളിയൊക്കെ അവിടെ ഉണ്ട്. ഇതാ സാഹചര്യം. ഇന്ന് തന്നെ VD സതീശൻ്റെ പത്രസമ്മേളനം നോക്കൂ നിങ്ങൾ. ആർക്കെങ്കിലും അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ? VD സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് അന്ന് ഇങ്ങനെയായിരുന്നില്ല, അത് ഇങ്ങനെയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ മുമ്പുണ്ടായ ഏതെങ്കിലും ഇതുപോലെയുള്ള ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ സഹിതമുള്ള ആരോപണങ്ങളുമായിട്ട് സമാനതകളുണ്ടോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഈ ആക്ഷേപത്തിന് എന്തെങ്കിലും സമാനതകളുണ്ടോ? ഒരു സമാനതയുമില്ല. ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. സംശയത്തിൻ്റെ ഒരു കണിക പോലും എവിടെയും അവശേഷിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ പോലും ഇവർ പറഞ്ഞതിൽ അതിലും അവ്യക്തതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയോ അതിന് ആവശ്യമായ ഒരു നടപടി സ്വീകരിക്കുകയോ ഒന്നും ഇവർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു പഴുത് കിട്ടുമോ എന്ന് കാത്തിരിക്കുക. അവന് കാത്തിരിക്കുക, അതിനുള്ള അവസരം ഉണ്ടാക്കുക. അതിനെന്തൊക്കെ നാടകം കളിക്കാൻ പറ്റുമോ, ഏതൊക്കെ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആലോചിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക ഇവർ. ഈ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള നാടക കമ്പനിയല്ലേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, അതിനനുസരിച്ച് നാടകം കളിക്കും, അതിനനുസരിച്ച് ലീഗിനെ കൊണ്ടും ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടും ഒക്കെ അങ്ങ് തുള്ളിക്കും. അതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വടകരയിലെ ഈ ഒരു സംഭവത്തെ ഏതൊക്കെ തലത്തിലേക്ക് കൊണ്ടുപോയി ഏതൊക്കെ തലത്തിലേക്ക് കൊണ്ടുപോയി. ശരി, ഈ ഷാഫിക്കെതിരെ ഞങ്ങൾ മാത്രമാണോ പറയുന്നത്? കോൺഗ്രസിനകത്ത് ഒരു പ്രബല വിഭാഗം ഈ ഷാഫിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ വല്ലാത്ത ദുരൂഹമായ ഇടപെടലുകളെ കുറിച്ച് വലിയ ചർച്ച ചെയ്യുന്നില്ലേ? വലിയ രീതിയിൽ പ്രതിഷേധം അറിയിക്കുന്നില്ലേ? ഇവർ ഒരുമിച്ചിരുന്നിട്ടല്ലേ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി പട്ടിക ഒന്നിച്ച് അവർക്ക് അനുകൂലമാക്കി മാറ്റിയത്? എങ്ങനെയാണ് മാറ്റിയത്? പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ എല്ലാം വഞ്ചിച്ചില്ലേ ഇവർ? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞ് പറ്റിച്ചു. ഇവരുടേതായ സോഫ്റ്റ്വെയറും ഇവരുടേതായ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തി വ്യാജ ID കാർഡുകൾ കൊണ്ടുവന്ന് തമിഴ്നാട്ടിലെ സിനിമാ നടന്മാർക്ക് പോലും ID കാർഡ് ഉണ്ടായി കേരളത്തിൽ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇത് ഞങ്ങൾ DYFI ഉന്നയിച്ച ആക്ഷേപമാണോ? ഇതിലേതെങ്കിലും DYFIയോ ഇടതുപക്ഷമോ അവരുടെ ശത്രുക്കളോ ഉന്നയിച്ചതാണോ? ഇവർ പറയണ്ടേ? ഇവിടെയും ഇതൊന്നും ഉന്നയിച്ചതും ഇതൊന്നും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതും നമ്മളല്ല. അവർക്കിടയിലെ അവരുടെ നേതാക്കന്മാർ ഇവരുടെ കൊള്ളരുതായ്മകൾ സഹിക്കാൻ പറ്റാതെ ഉന്നയിച്ച ആരോപണം. വസീഫ് പറഞ്ഞ ഈ രണ്ട് വിഷയത്തിലും, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ രണ്ട് വിഷയത്തിലും ഏറ്റവും വലിയ വിമർശനങ്ങളും ഒക്കെ ഉയർന്നത് അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ശനിയാഴ്ച ഇപ്പോൾ വസീഫ് പറഞ്ഞ ആ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് രാഹുലിനെ എന്നതുകൂടി സാന്ദർഭികമായി പറയട്ടെ. വാർത്ത ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രീ N. ശ്രീകുമാർ കൂടി ചേരുകയാണ്. ശ്രീകുമാർ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന ഒരു നിലപാട് വിശദീകരിക്കുമ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. നിലവിൽ തന്നെ പല ചർച്ചകളും കഴിയും, താങ്കളും പല ചർച്ചകളിൽ പങ്കെടുത്തതാണ്. ഭരണഘടനാനുസൃതമല്ല, അങ്ങനെയാണെങ്കിൽ ഈ മട്ടിലല്ലല്ലോ ചെയ്യേണ്ടത് എന്ന നിലയിൽ നല്ല വിമർശനം അതിന്മേൽ ഉയർന്നു. അപ്പോൾ പിന്നെ തൽക്കാലം ആളുകളുടെ മുമ്പിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളൊരു നടപടിക്കപ്പുറത്തേക്ക് ഒരു ഗൗരവവും ഇതിലില്ല എന്ന് പറയുന്നു. മാസങ്ങൾക്ക് ശേഷം അതേപടി തിരിച്ചെടുക്കാൻ കഴിയും വിധത്തിലേക്കുള്ള ഒരു അഭ്യാസം മാത്രമാണെന്ന വിമർശനം നിൽക്കെ, ഇന്ന് കേരളത്തിൻ്റെ ബഹുമാന്യനായ സ്പീക്കർ പറഞ്ഞത് ഈ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കാലോ രേഖാമൂലമോ ഒരു നിർദ്ദേശവും ഒരഭിപ്രായവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ ലഭിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഉയരുന്ന വിമർശനങ്ങൾ, ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾ ഒരർത്ഥത്തിൽ ശരിവെക്കുന്നത് കൂടിയല്ലേ അത്? എന്നൊക്കെ ശരത്തെ രണ്ട് കാര്യം നിങ്ങൾ ചോദിച്ചു. അതിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്ത് നീക്കി നിർത്തിയത് അനിശ്ചിതകാലത്തേക്കാണ്. ഭരണഘടന പോലും കൃത്യമായി നോക്കാതെ, എന്ന് വെച്ചാൽ അതിലത്തെ ചട്ടങ്ങളനുസരിച്ച് സമയം നീട്ടാതെ പെട്ടെന്ന് നടപടിയെടുത്ത് മാറ്റി നിർത്തി. പക്ഷേ അത് CPM-നോ അല്ലെങ്കിൽ BJP-ക്കോ ഒന്നും ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് കൂട്ടരും ഇത് ഉൾക്കൊള്ളണമെന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത നടപടി കോൺഗ്രസ്സുകാർക്കും അതുപോലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരത് അംഗീകരിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ മുഖ്യധാരാ പത്രങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരത് പ്രശംസിച്ച് മുഖപ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ
ഇവിടെ സ്പീക്കർക്ക് കത്ത് കിട്ടിയിട്ടില്ല എന്ന് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാസമയം സ്പീക്കർക്ക് കത്ത് കൊടുക്കാൻ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിന് അറിയാം. അദ്ദേഹം അത് കൊടുക്കും. അത് ഒരു ദിവസം ഇന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊടുക്കില്ല എന്നല്ലല്ലോ. നിങ്ങൾക്ക് ഇന്ന് വരെ ചർച്ച ചെയ്യാൻ വിരോധമൊന്നുമില്ല. കാരണം സ്പീക്കർ സത്യമാണ് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല, കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടാവില്ല. അത് കൊടുത്ത ശേഷം അക്കാര്യത്തിൽ സ്പീക്കർ പിന്നെ കൃത്യമായിട്ട് പറയും കത്ത് കിട്ടിയെന്ന് പറയും. അല്ല, ഒരു കാര്യം താങ്കൾ തന്നെ പറഞ്ഞു, ഭരണഘടനയിലെ ചട്ടങ്ങൾക്കൊക്കെ അപ്പുറം നിന്ന് അനിശ്ചിതകാലത്തേക്ക് നടപടിയെടുത്തു എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? ഉയർന്നു വന്ന ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ ആ നടപടിയെ ചോദ്യം ചെയ്യുന്ന ചർച്ചകളും വിമർശനങ്ങളും നടക്കുന്നുണ്ട് എന്നത് തർക്കമറ്റ സംഗതിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടിയന്തരമായി ചെയ്യേണ്ടതല്ലേ? അപ്പോൾ അത് ചെയ്യാതെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇനി 3-4 ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. അദ്ദേഹം ഗൾഫിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ആ വിഷയത്തിൻ്റെ പ്രാധാന്യം താങ്കൾ തന്നെ ഉൾക്കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. എങ്കിൽ ഈ കത്ത് അടിയന്തര സ്വഭാവത്തോടുകൂടി സ്പീക്കറെ ഏൽപ്പിക്കേണ്ടതല്ലേ? സഭാ സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസം കഴിഞ്ഞ സാഹചര്യം നിൽക്കുന്നു. ആ അടിയന്തര സ്വഭാവത്തോടുകൂടി ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ശരത്തെ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി ഒരു നടപടി എടുത്താൽ നിയമസഭാ കക്ഷിയിൽ നിന്നും രാഹുൽ മാങ്കുട്ടത്തിനെ നീക്കി എന്ന് പ്രതിപക്ഷ നേതാവും, അതായത് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡൻറ്റും പറഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് ആ കത്ത് സ്പീക്കർക്ക് കൊടുത്തിരിക്കും. തർക്കം വേണ്ട. കൊടുത്തില്ലെങ്കിലല്ലേ സംസാരിക്കേണ്ട കാര്യമുള്ളൂ. കൊടുത്തിരിക്കും. നിയമസഭാ സമ്മേളനം എൻ്റെ ശരത്തെ അത് ഞാൻ തന്നെ പറഞ്ഞല്ലോ, സ്പീക്കർ പറഞ്ഞ കാര്യം. അതെ, അതുകൊണ്ടാണ് കൊടുക്കും, അത്ര തന്നെ. കൊടുത്തിട്ടില്ലല്ലോ. അടിയന്തര സ്വഭാവത്തോടെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്ന് N. ശ്രീകുമാർ തന്നെ പറയുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ ഗൗരവ സ്വഭാവം കണ്ടുകൊണ്ട്. എങ്കിൽ അതേ ഗൗരവത്തോടെ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഈ നടപടികൾ എന്തുകൊണ്ട് ചെയ്യാതെ ഒഴിവാക്കി നിർത്തുന്നു? ശരത്തെ ഒരു അസംബന്ധ ചോദ്യമാണത്. ആ കത്ത് കൊടുക്കും. അത് നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് കൊടുത്താൽ മതി. ഇന്ന് വരെ അത് മതി. പക്ഷെ ഒരു താക്കോൽ എവിടെന്ന് ചോദിക്കുന്ന പോലാണല്ലോ. നോ, സമ്മതിച്ചു. താങ്കൾ തന്നെ ആദ്യ വാചകത്തിൽ താങ്കൾ തന്നെ പറഞ്ഞ എന്താണ്? കോൺഗ്രസ് ഭരണഘടന അനുശാസിക്കുന്ന ചട്ടങ്ങൾക്കുമൊക്കെ അപ്പുറം തുടക്കത്തിൽ തന്നെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. എന്തുകൊണ്ടാണ്? അതെന്ന് പറയുന്നത് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയതുകൊണ്ടാണ്. പാർട്ടി ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ. താങ്കൾ പറഞ്ഞതാണ് അങ്ങനെ ഒരു തോന്നൽ പാർട്ടിക്ക് വന്നതുകൊണ്ടാണ് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതേ വേഗതയിൽ ഈ നടപടികൾ എന്തുകൊണ്ട് പൂർത്തിയാക്കാതെ ഒതുക്കി നിർത്തുന്നു? ആരും ചോദിച്ചില്ലെങ്കിൽ അങ്ങനെ പോകട്ടെ എന്നൊരു മട്ടതിനകത്തുണ്ടെന്നല്ലേ? ശരത്ത് വളരെ തന്മയത്വത്തോടും അതുപോലെ നല്ല സാമാന്യ ജ്ഞാനത്തോടും ചർച്ചയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ്. താങ്കൾ ഈ ചോദിച്ച ചോദ്യം തികച്ചും മണ്ടത്തരാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അതിന് സമയമുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ പാർലമെൻ്ററി പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകില്ല. ആ കത്ത് കൊടുത്തിരിക്കും. അത് പ്രതിപക്ഷ നേതാവ് വരണമെന്നൊന്നുമില്ല. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത് പോയാലും നാളെയോ മറ്റന്നാളോ വേണേൽ കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പോൾ കൊടുക്കുക. സമ്മേളനത്തിന് മുമ്പ് കൊടുക്കും. അത് സ്പീക്കർക്കാണ് കൊടുക്കേണ്ടത്. CPM അതറിയേണ്ട കാര്യമില്ല. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഈ പറഞ്ഞത് സാങ്കേതികമായി വാദത്തിന് ശരിയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞ അടിയന്തര സ്വഭാവം കണ്ടുകൊണ്ട് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തി, അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ നിരന്തരം നടന്നു വരുന്ന സാഹചര്യം, ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചർച്ചകൾക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞ് നിൽക്കേണ്ടി വരുന്നു പ്രതിപക്ഷ നേതാവിന്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് ഇതിൽ പ്രതികരിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ അപാകതയുണ്ടോ? അതോ സാങ്കേതികവാദത്തോടെ ഇനിയും സമയമുണ്ടല്ലോ? ശരി, സമയമുണ്ട്. പക്ഷേ പല തരത്തിലും ആ നടപടിയുമായി ബന്ധപ്പെട്ട വിമർശനം നിൽക്കുമ്പോൾ വിമർശനം ഒഴിവാക്കാൻ വേഗതയിൽ നേതൃത്വത്തിന് പെരുമാറാമായിരുന്നില്ലേ? അവരുടെ തീരുമാനം സതുദ്ദേശപരമാണ് എന്ന് കൂടുതൽ തെളിയിക്കാമായിരുന്നില്ലേ? ആ നിലയിൽ പെരുമാറിയില്ലല്ലോ. ഇതല്ലേ ഉള്ളൂ എൻ്റെ ചോദ്യം. ആ ചോദ്യം ഏതെങ്കിലും തരത്തിൽ മണ്ടത്തരമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇനി പോട്ടെ, രണ്ടാമത്തൊരു വിഷയം കൂടി ലാൽകുമാറിൻ്റെ മുമ്പിലേക്ക്. ലാൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങളിൽ വായിച്ചു, ചാനലുകളിൽ കണ്ടു, ഓൺലൈനുകളിൽ കണ്ടു. ഈ വാർത്തകളിൽ എവിടെയെങ്കിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ, അതേ ഒരു KPCC അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സസ്പെൻഡ് ചെയ്തു, അത് ശ്രീകുമാർ പറഞ്ഞാൽ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ഈ വാർത്തകൾക്കൊപ്പം എവിടെയെങ്കിലും ഒരു ചിത്രമായിട്ടോ ഒരു പകർപ്പായിട്ടോ ഏതെങ്കിലും വാർത്തകളിൽ കണ്ടതായി താങ്കൾ ഓർക്കുന്നുണ്ടോ? അല്ല, ഇത് ശ്രീകുമാരേട്ടന് ഒരു ഗ്രേ ഏരിയയെ യൂസ് ചെയ്യുകയോ മിസ്യൂസ് ചെയ്യുകയോ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതിന്റെ ഡ്യൂറേഷൻ വെച്ചിട്ടില്ല. അനിശ്ചിതകാലം എന്നുള്ള കാര്യം, അല്ലെ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ വന്നിട്ടില്ല. ഇൻഡെഫിനിറ്റ് എന്ന വാക്ക് വന്നാലേ അത് ഇൻഡെഫിനിറ്റ് ആകൂ.
അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, നിങ്ങൾക്ക് ഭരണഘടനയ്ക്ക് പുറത്തു നിന്ന് കോൺഗ്രസിന് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ഫ്രെയിംവർക്കിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സസ്പെൻഷൻ ഓർഡറിനകത്ത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണെന്ന് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഞാനിത് കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഒരാൾ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നത് കാണുകയും ചെയ്തു. 1 മാസത്തേക്ക് മാത്രമേ അല്ലെങ്കിൽ ഇതാകത്തുള്ളൂ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പീരീഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം തന്നെ 1 മാസത്തേക്ക് മാത്രമേ സസ്പെൻഷൻ ആകൂ. മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കാം, അതവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ, ഇതിനൊക്കെ ഉപരി വേറൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ ചർച്ചകൾക്കെല്ലാം വരുന്ന ആൾക്കാർ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും കോൺഗ്രസിന്റെ ആൾക്കാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഡ് ചെയ്ത ശേഷം ഇവരാരും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുമില്ല. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ ഡിസോൺ ചെയ്തല്ലോ. അവർ ഡിസോൺ ചെയ്തതാണെങ്കിൽ എന്തിനാണ് ഇവർ പരാതി ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ ന്യായീകരണം മുന്നോട്ട് വെച്ചത്? അതൊരു ചോദ്യമല്ലേ? ഇവിടെ സംഭവം ഇത്രേ ഉള്ളൂ. എനിക്ക് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇതൊരു ധാർമ്മികതയുടെ ഒരു പ്രശ്നമാണ്. ഹലോ, കേൾക്കാം. വേറെ ആരോ സംസാരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തെ പ്രശ്നം ഇതൊരു പൊളിറ്റിക്കൽ ശ്രീമാറിയേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ആ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്താണ്? നിങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന നടപടി തന്നെ സത്യത്തിൽ ഇനഫ് അല്ല, ആഡിക്വേറ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണമായിരുന്നു. ഈ പുറത്താക്കാത്ത ഈ നോക്കൂ, സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ആ ഭരണഘടന ബാധകമാണ് അല്ലേ? സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ ഫ്രെയിംവർക്കിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നില്ല. അതേ സ്ഥാനത്ത് അദ്ദേഹത്തെ പിരിച്ചുവിട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു അവസ്ഥ മാത്രം വന്നാലേ അദ്ദേഹം ആ ഭരണഘടനയുടെ സ്കോപ്പിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നുള്ളൂ. ഇന്നിപ്പം കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അദ്ദേഹം നടത്തുകയാണെങ്കിൽ സസ്പെൻഡ് ചെയ്ത ആളാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റും? അല്ല, നടപടി അടുത്ത് വരും. എന്തുകൊണ്ട് നടപടി അടുത്തത് എടുക്കാൻ പറ്റും? ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളെ ഞാനത് വ്യക്തമാക്കി പറഞ്ഞുതരാം. സസ്പെൻഡ് ചെയ്ത് വെക്കുന്ന ആളെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർക്ക് നാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ? പറ്റും. കാര്യം എന്താ? അതിനെക്കാട്ടിലും വലിയ നടപടിയാണ് പുറത്താക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ പുറത്താക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പൊ എടുത്തിരിക്കുന്ന നടപടി ഇനഫ് അല്ല എന്നാണ്. കോൺഗ്രസിന് ഇദ്ദേഹത്തിന്റെ മണ്ടയ്ക്ക് ഒരു കൺട്രോൾ ഉള്ളത് കൊണ്ടാണ് അടുത്ത നടപടി കോൺഗ്രസിന്റെ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇയാൾക്കെതിരെ എടുക്കാൻ പറ്റുന്നത്. ആ വിഷയം, ഈ സസ്പെൻഡ് ചെയ്ത വിഷയം ഇവര് സ്പീക്കറിനെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് അതിന്റെ പൊളിറ്റിക്കൽ മൊറാലിറ്റി. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാലേ നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചേർത്താൽ മതി, അത് ശരിയാണ്, കറക്റ്റാണ്. പക്ഷെ നിങ്ങൾ എടുത്ത ഈ തീരുമാനത്തിന് എത്ര ശക്തിയോടുകൂടിയാണ് നിങ്ങൾ ഇത് എടുത്തത്, നിങ്ങൾ എത്രമാത്രം അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള ചോദ്യം, നിങ്ങൾ എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി അത് കുറഞ്ഞു പോകുന്നു, അതിന്റെ സ്കെയിൽ കുറയുന്നു, അതിന്റെ ഇന്റൻസിറ്റി കുറയുന്നു എന്ന് പറയാൻ കാരണം ഈ തീരുമാനം ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ കൊടുക്കുന്ന ന്യായീകരണങ്ങളും കൂടെ ചേർത്താണ് അതിനെ വായിക്കുന്നത്. അതായത് പല വിമർശനങ്ങൾ ഉയരുമ്പോൾ ആ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയുമ്പോൾ തന്നെ അതിനെ ശരിവെക്കാൻ കഴിയുന്ന, ബലപ്പെടുത്താൻ കഴിയുമായിരുന്നു. സ്പീക്കർ ഇന്ന് ഇത് പറയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട് എന്ന് ചർച്ചകളിൽ തിരിച്ചായിരുന്നുവെങ്കിൽ ആലോചിച്ച് നോക്കൂ. കത്ത് കൊടുത്തിരുന്നെങ്കിൽ എൻ ശ്രീകുമാർ തന്നെ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു. എന്തൊക്കെയായിരുന്നു ശരത്തെ നിങ്ങളും ഈ ചർച്ചയിൽ വരുന്ന ആളുകളും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്? കോൺഗ്രസ് പാർട്ടി എത്ര ധീരമായി ഇത് അനിശ്ചിതകാലത്തേക്ക് പുറത്താക്കി, ഉടൻ തന്നെ കത്ത് കൊടുത്തില്ലേ, ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ടായിരുന്നല്ലോ, സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കൊടുത്താൽ പോരെ, പക്ഷേ ഇതാ എത്ര നേരത്തെ കൊടുത്തു, അതാണ് ശരത്തെ ഈ പാർട്ടി എന്ന് ശ്രീകുമാർ ഇതുപോലെ തന്നെ എന്നോട് പറഞ്ഞു തന്നേനെ. പക്ഷേ അത് പറയാൻ താങ്കൾക്ക് ഇനി ചർച്ചയിൽ കഴിയുന്നില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരു മണ്ടത്തരമായി താങ്കൾക്ക് തോന്നുമായിരിക്കും, എനിക്കൊന്നും അതിൽ ചെയ്യാനുമില്ല. ഞാൻ വസീഫിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, നേരത്തെ ഞാനും വളരെ ശ്രദ്ധിച്ചു കേട്ടൊരു കാര്യം, അനിശ്ചിതകാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി എന്ന നിലയ്ക്ക് തന്നെ താങ്കൾക്ക് മനസ്സിലാക്കാനായോ? എൻ ശ്രീകുമാർ അങ്ങനെയാണ് പറഞ്ഞത്, താങ്കൾക്ക് അങ്ങനെ മനസ്സിലാക്കാനായോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നടപടിയെടുത്തവർ തന്നെ, ആ നടപടി പറയുന്നവർ തന്നെ പല രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതാണ് ബൃന്ദ കാരാട്ട് കേരളത്തിൽ വന്നപ്പോൾ ചോദിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ, ആക്ഷേപകരമായൊരു സാഹചര്യം നിൽക്കുമ്പോൾ, സ്പീക്കർക്ക് ഈ കത്ത് മുൻകൂറായി വേഗത്തിൽ കൊടുത്തിരുന്നെങ്കിൽ പോലും അവർക്ക് കുറേ കൂടി തങ്ങളുടെ നടപടികളെ ബലപ്പെടുത്തി പറയാമായിരുന്നില്ലേ, അല്ലെങ്കിൽ തങ്ങളുടെ വാദം പറയാമായിരുന്നില്ലേ, അല്ലെങ്കിൽ അങ്ങനൊരു സ്പേസ് എടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ലല്ലോ
അനിശ്ചിതകാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി എന്ന നിലയ്ക്കൊരു ധാരണ ഈ നടപടി കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ആളുകളിൽ എത്തിച്ചിട്ടുണ്ടോ? വസീഫ് എന്തു പറയുന്നു? അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്കുള്ളിൽ ഇപ്പോഴും എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് എന്നാണ് ജനത്തിന് നമുക്ക് ഒക്കെ ഒരു സംശയമുള്ളത്. എന്തൊക്കെയോ നടക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത്. ഈ രാഹുൽ ഷാഫി ടീം ആരെയോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. കാരണം അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്ര സമയം ഇവർക്ക് ഒന്നിനും ആവശ്യമില്ല. അതാത് സമയത്ത് തന്നെ നടപടിയെടുത്ത് MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞ് പോകാം. പിന്നെ ശരിയാണോന്നറിയില്ല, KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് രാജിവെക്കേണ്ടത് അദ്ദേഹമാണ് എന്നാണ്. ആര്? MLA ആണ് എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇവർക്ക് മത്സരിക്കാൻ അവസരം കൊടുത്ത ആൾ പറയണ്ടേ രാജിവെക്കണമെന്ന്, അല്ലെങ്കിൽ പത്രക്കാർക്ക് മുമ്പിലെങ്കിലും പറയണ്ടേ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയണ്ടേ? രാജി ആവശ്യപ്പെട്ടൂടെ? അപ്പോൾ അവരതിന് പല ചാനലുകളിലും ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദമുണ്ട്. എന്താന്ന് വെച്ചാൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെയാണ്. എന്നാൽ ആ ബോധം ഈ ഷാഫിക്കും രാഹുലിനും ഈ VD സതീശൻ നേരത്തെ ഉണ്ടായിരുന്നോ? പാലക്കാടുള്ള MLA വടകരയ്ക്ക് കൊണ്ടുപോയതല്ലേ? അദ്ദേഹത്തിന് താല്പര്യമില്ലാതെയാണ് കൊണ്ടുപോയത് എന്നൊക്കെ നമുക്കൊക്കെ അറിയാലോ, അത് കോൺഗ്രസ്സുകാർക്കും അറിയാലോ. കൊണ്ടുപോയിട്ട് വടകരയിലുണ്ടായിരുന്ന K മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുപോയി ആ തൃശ്ശൂരിലെ സീറ്റ് ആർക്ക് കൊടുത്തു? BJP കൊടുത്തു. നമ്മൾ കണ്ടു. പിന്നെ ഇത്രയധികം BJPയെ പ്രതിരോധിക്കുന്ന ഒരു ടീമാണെങ്കിൽ KC വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് ഒരു രാജ്യസഭാ സീറ്റാണ്, അത് കൊടുത്തത് BJPക്കാണ്. അപ്പോൾ ഇതൊന്നും അല്ല കാര്യം. ഇവർക്ക് മറ്റെന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇതിനകത്ത്, ഈ കോൺഗ്രസിനകത്ത് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ഇതിൽ ഒരു ആത്മാർത്ഥമായ സമീപനം ഈ വിഷയത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് കടന്നു പോകണം, അത്രയേ ഉള്ളൂ. ഈ സമയം കടന്നു പോകണം, അതിനവർ പല മാർഗങ്ങളും തേടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വടകരയിലെ ഈ വിഷയം പോലും ഉയർത്തിപ്പിടിച്ച് ഷാഫി ഷോ കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഷോ അവർക്ക് തന്നെ പണിയാകും എന്നുള്ളതിലൊരു തർക്കമില്ല. അവർ ബോധപൂർവം വലിയ കലാപത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകണം, വലിയ ചെളിവാരി എറിയൽ ആകെ നടത്തി അപ്പാടെ ഇവിടെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് മറ്റൊരു തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുക. പക്ഷേ കോൺഗ്രസിനകത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയത് കുറേ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ ഇപ്പോഴും കോൺഗ്രസിനെ പ്രതീക്ഷിച്ച ആ സംഘടനക്കകത്തുണ്ട്. ഇവരുടെയൊക്കെ ഈ നാടകങ്ങളൊക്കെ കണ്ട് മനം മടുത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് അത്യാവശ്യം സ്വാധീനം ഇപ്പോൾ കോൺഗ്രസിൽ വന്നുകൊണ്ടിരിക്കുക. അവർ പറയുന്നതൊക്കെ ശരിയായിരുന്നു. ഈ ചെയ്ത ഇങ്ങനെയൊക്കെ ഇടപെടുന്ന ഈ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും VD സതീശൻ്റെയും കോൺഗ്രസ് അല്ല യഥാർത്ഥ കോൺഗ്രസ് എന്നവർ അടുത്ത ദിവസം തന്നെ അവർ കാണിച്ചു കൊടുക്കും. അവരിപ്പോൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ അവർ ഉന്നയിച്ചതാണ് ഏത് ഈ പറയുന്ന വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉൾപ്പെടെ അവർ ഉന്നയിച്ച വിഷയമാണ്. അവരുടെ സംഘടനക്കകത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ വയനാട് ഫണ്ട് എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ട്. ഇതെല്ലാം ഒന്ന് കലങ്ങിത്തെളിയാൻ വേണ്ടി ഇവർ ബോധപൂർവമായി പല നാടകങ്ങളും കളിക്കും. അതിന് ഷാഫി രാഹുൽ കൂട്ടുകെട്ടിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വലിയ രീതിയിൽ ഇടപെടും എന്നുള്ളതിലൊരു തർക്കവുമില്ല. അത് ഈ നാട് പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരി, എൻ ശ്രീകുമാർ, ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനിശ്ചിതകാലത്തേക്കാണ് പുറത്താക്കിയത് എന്ന് വിശദീകരിച്ച് കോൺഗ്രസ് പാർട്ടി ഇറക്കിയ ആ വാർത്താക്കുറിപ്പ്, അതുമായി ബന്ധപ്പെട്ട് അതിൽ പറയുന്ന അക്കാര്യങ്ങൾ വിശദീകരിക്കുന്ന വാക്യങ്ങൾ, അല്ലെങ്കിൽ ആ വാർത്താക്കുറിപ്പ് തന്നെ താങ്കൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാമോ, ഒന്ന് ഈ ചർച്ചയുടെ ഭാഗമായിട്ട്? നമുക്ക് ശരത്തെ, എന്നെ ഇവിടെ മറയാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞ രണ്ട് വാചകങ്ങൾ ആ ശരത്ത് എന്നെ കൊണ്ട് പറയിപ്പിച്ചത്, അത് ഈ കൈരളി കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോൾ അത് ഉരുട്ടിപ്പെരട്ട് ലാലിനോടും വസീഫിനോടും ഒക്കെ തിരിച്ചും മറിച്ചും ചോദിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നെ വിളിച്ചതാണെങ്കിൽ എനിക്ക് സംസാരിച്ച് ഞാൻ പറയുന്നത് കേൾക്കണം. മാത്രമല്ല 2 വരിക്ക് വേണ്ടി എന്നെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ വസീഫ് പറഞ്ഞ ഒക്കെ പഴങ്കഥകളാണല്ലോ. സ്വന്തം പാർട്ടിയിലെ സ്വന്തം മുന്നണിയിലെ മന്ത്രിമാരും MLA ഒക്കെ അവിടെ ഈ വക കേസുകളിൽ പെട്ടിരിക്കുക. എന്നിട്ട് ഈ വെറുതെ ഒരു പേര് മാത്രം പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് ശ്രീകുമാറിനെ നോക്കണ്ട, വേറെ വല്ലവരും നോക്കിയാൽ മതി. ഇവിടെ നല്ല രാഷ്ട്രീയം സംസാരിക്കും നിങ്ങൾ. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് വസീഫ് പറഞ്ഞു കേട്ടു, ഷാഫി പറമ്പിലിനെ തടയാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന്. നല്ല കാര്യമാണത്. കാരണം പഠിക്കണം, പാഠം പഠിച്ചു. ഇന്നലെ
വടകരയിൽ പാഠം പഠിച്ചു. കുറച്ച് 10-30 DYFIക്കാർ പോലീസിൻ്റെ ബലത്തിൽ ഷാഫിയെ ആക്രമിക്കാൻ പോയപ്പോൾ ഷാഫി പുറത്തിറങ്ങി. ഇന്ന് എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ഷാഫിക്ക് വലിയ സ്വീകാര്യത കിട്ടി. DYFIക്ക് അത് നാണക്കേടായി. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഷാഫിയെ തടയില്ലാതെ. എന്നിട്ട് പറയാ ഷാഫി, സതീശൻ, മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട്. അങ്ങോട്ട് കൂട്ടുകെട്ട് കോൺഗ്രസിൽ ഉണ്ടായിരുന്നേ. ഷാഫി, സതീശൻ കൂട്ടുകെട്ടാണ് നിങ്ങളെ തകർത്തത്. വടകരയിൽ ശൈലജ ടീച്ചറിലെ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചത് ഷാഫിയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും വസീഫെ. വടകരയിലെ പാർട്ടിയിലത്തെ എന്തെങ്കിലും ഗ്രൂപ്പിസം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ DYFIക്കാർ ഇവിടെ പോയത്. അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയുകൊണ്ട് നിങ്ങളത് പിൻവലിച്ചു. നല്ല കാര്യമാണ്. പിന്നെ ഈ കോൺഗ്രസ് അടച്ച ഒരു അധ്യായം ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരുന്ന ഒരു പേര് മാത്രമേ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ അതുമേ കുരുങ്ങി ഞാൻ ചർച്ച ചെയ്യുമെന്ന് ശരത്ചന്ദ്രൻ വിചാരിച്ചെങ്കിൽ അത് തെറ്റിപ്പോയി. ഇവിടെ നമുക്ക് നല്ല രാഷ്ട്രീയം സംസാരിക്കാം. അല്ല, ആ രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയാണ് ചോദിച്ചത്. ഞാൻ ഒന്നും പറഞ്ഞില്ല. കോൺഗ്രസ് എടുത്ത അച്ചടക്ക നടപടി വിശദീകരിക്കുന്ന ആ വാർത്താക്കുറിപ്പ് താങ്കൾക്ക് ഈ ചർച്ചയിൽ മറ്റാരും കേട്ടിട്ടില്ല അനിശ്ചിതകാലം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇതിൽ നിന്നൊന്നും ഓടിപ്പോവല്ലോ. താങ്കളോട് തന്നെയാണ് ഈ വിഷയം കൊണ്ടുവന്നത്. വസീഫ് പറയുന്നു, ലാൽകുമാർ പറയുന്നു, അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന വാർത്താക്കുറിപ്പ് ഈ ചർച്ചയിൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാമോ? കോൺഗ്രസ് പാർട്ടിയുടെ വാർത്താക്കുറിപ്പിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അതുണ്ടോ? ശരത്തെ, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പത്രസമ്മേളനം നടത്തിയിട്ട് ഇന്നയാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതുപോലെയാണ് MV ഗോവിന്ദ മാഷാണെങ്കിലും ബിനോയ് വിശ്വമാണെങ്കിലും പറയുന്നത്. അപ്പോൾ MV ഗോവിന്ദ മാഷ് ഒരു അച്ചടക്ക നടപടി എടുത്ത കാര്യം അല്ല, ഞാൻ പറയട്ടെ, അല്ലാതെ മറ്റു കാര്യമില്ല. MV ഗോവിന്ദ മാഷ് EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി. അല്ല, ഞാൻ പറയട്ടെ സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്നാൽ തടസ്സപ്പെടുത്തി. LDF ഞാൻ പറയട്ടെ, LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ മാറ്റിയെന്ന് MV ഗോവിന്ദ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ഒരു പത്രലേഖകൻ ചോദിച്ചു ഇത് സംഘടനാപരമായ നടപടിയാണോ എന്ന്. വാക്കാൽ മാഷ് പറഞ്ഞു അതും ഉൾപ്പെടാം. ഇതേ ആള് അതിനുശേഷം LDF കൺവീനറായി നിയമിതനായ TP രാമകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി. EP ജയരാജന്റെ എടുത്ത നടപടി സംഘടനാപരമായ നടപടിയാണോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. കോപ്പി കൊണ്ടല്ല ആരും പോയത്. പക്ഷേ അതിന് താങ്കൾക്ക് ചോദ്യം എന്താണ്? ഈ വിഷയത്തിൽ ആ വാർത്താക്കുറിപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് താങ്കൾക്ക് സ്ഥാപിക്കാമോ? ഞാൻ പറഞ്ഞിട്ട് ഇടപെടൂ. MV ഗോവിന്ദ മാഷ് അല്ല, ഞാൻ പറയട്ടെ. MV ഗോവിന്ദ മാഷ് ഒരു അച്ചടക്ക നടപടി, ഞാൻ പറയട്ടെ ശരത്തെ, MV ഗോവിന്ദ മാഷ് ഒരു അച്ചടക്ക നടപടി എടുത്തുവെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ CPM-ന് വിശ്വാസമില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ ചോദ്യം അതൊന്നുമല്ല. എന്റെ ചോദ്യം KPCC വാർത്താക്കുറിപ്പ് ശ്രീകുമാറിന് അതിന് ഉത്തരമില്ല. ഒന്ന്, വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല. അനിശ്ചിതകാലത്തേക്ക് എന്ന് വാർത്താക്കുറിപ്പിലൂടെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇത് ക്ലിയർ ആവുകയാണ്, ഇപ്പോൾ വ്യക്തമാവുകയാണ്. ശരത്തെ CPM-ന് വേണ്ടിയല്ല. ഞാൻ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്നോട് CPM-നെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് വസീഫ് എന്താന്ന് വെച്ചാൽ മറുപടി പറയട്ടെ. ഞാൻ ചോദിച്ചത് താങ്കളൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ചോദ്യത്തെ അഡ്രസ് ചെയ്യണം. മറ്റു വിശദീകരണങ്ങളെല്ലാം വേണം. താങ്കൾ അത് നടത്തി, താങ്കൾക്കത് പറയുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ എന്റെ ചോദ്യത്തെ അവഗണിച്ചാൽ അത് ഉത്തരമാവില്ല. എന്റെ ചോദ്യം താങ്കൾ കേട്ടല്ലോ. അങ്ങനെ അനിശ്ചിതകാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി എന്ന് പറയുന്ന വാർത്താക്കുറിപ്പ് ഒന്ന് വായിക്കാമോ ഈ ചർച്ചയിൽ? ആവസൂത്രപ്പെടുന്ന എന്നോട് വേണ്ട. KPCC പ്രസിഡന്റ് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളെ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ അത് പറഞ്ഞല്ലോ. വസീഫ് അദ്ദേഹത്തിന് എന്താണ് താങ്കളുടെ മറുപടി? വസീഫല്ല, ഞാൻ പറഞ്ഞ പൂർത്തിയാക്കാൻ അനുവദിക്കൂ. എന്താണ് എന്റെ ചോദ്യത്തിലേക്ക് താങ്കൾ വന്നുമില്ല. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പില്ല എന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. വാർത്താക്കുറിപ്പില്ല എന്ന് സമ്മതിച്ചു. ശരത്തെ അല്ലല്ല, ശരത്തെ ഉരുണ്ടി കളിക്കല്ലേ. കോൺഗ്രസ് പാർട്ടി അങ്ങേയറ്റം ഡിഫൻസീവിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല എന്ന് സ്പഷ്ടമായി ഇവിടെ. ഇല്ലില്ല, ഞാൻ പറയട്ടെ ശരത്തെ, എന്നെ പറയാൻ അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞോളൂ. ഞാൻ മിണ്ടില്ല. താങ്കളാണ് സംസാരിച്ചത്. കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. താങ്കളത് വിശദീകരിച്ചു കഴിഞ്ഞു. അല്ല, ഞാൻ ഒരു പറയട്ടെ. ഞാൻ 4 വാചകം പറയുമ്പോൾ നിങ്ങൾ അല്ല സാർ, അത് തോന്നലാണ്. പറയട്ടെ, തെറ്റാണ്. പറഞ്ഞു തീർക്കെങ്കിൽ പറഞ്ഞു തീർക്കാം. ഇനി എന്താണ് പുതുതായിട്ടുള്ളതെന്ന് കേൾക്കാമല്ലോ.
അല്ല അങ്ങനെ അല്ല വേണ്ട, അങ്ങനെ ഔദാര്യം വേണ്ട, ഔദാര്യമല്ല. ഔദാര്യം വേണ്ട. സർ, വേണമെങ്കിൽ പറഞ്ഞാൽ താങ്കളോട് എന്റെ ചോദ്യത്തിൽ പറഞ്ഞാൽ മതി, ഔദാര്യം വേണ്ട. അല്ല, പറഞ്ഞത് തീർക്കാനാ പറഞ്ഞത്. കേൾക്കാൻ സന്നദ്ധനാണോ? അതുകൊണ്ടല്ലേ പറഞ്ഞു തീർക്കാൻ പറഞ്ഞത്. പറഞ്ഞു തീർക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പറഞ്ഞു തീർക്കാൻ പറഞ്ഞത്. അത് തന്നെ അങ്ങനെ പറയൂ. അതായത് ഈ ഷാഫി പറമ്പിൽ എന്നെയും VD സതീശനോടുള്ള CPM-ന്റെ ഭയം, ആ ഭയം എന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോടെങ്കിലും CPM-ന്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വസീഫ് CPM-ന്റെ ഒരു പ്രമുഖനായ വക്താവാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കണം. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ വസീഫിനോട് ഒരു ചോദ്യം ചോദിച്ചു ഒരു ചാനൽ അവതാരകൻ, മനോരമ ചാനലിൽ. അത് പാലക്കാട്ട് ഒരു BJP നേതാവിനെതിരെ ഉണ്ടായ ഒരു ആരോപണം. അപ്പോൾ വസീഫ് പറഞ്ഞത് അതിൻ്റെ വ്യക്തത എനിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വിശ്വാസ്യത എനിക്കില്ലാതെ, എനിക്ക് വ്യക്തിപരമായി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഒരു വ്യക്തത വന്നിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത വരികയും BJP-കാരുടെ കാര്യത്തിൽ വ്യക്തത വരാതിരിക്കുകയും ചെയ്യുന്നത് പാർട്ടിയുടെ പ്രവർത്തകരോടെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ ചുരുക്കത്തിൽ വസീഫിന്റെ ഒരു മറുപടി, ഇടവേളയിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ മറുപടി അദ്ദേഹം പറഞ്ഞത് വെച്ച്. അല്ല, എനിക്ക് അദ്ദേഹത്തോട് തന്നെയാണ്, ശ്രീകുമാർ സാറിനോട് തന്നെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടോ? രാഹുൽ മാങ്കൂട്ടം MLA ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും അവ്യക്തത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പറ. എന്തെങ്കിലും അവ്യക്തതയുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഈ ഇത്രയും മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങൾ, ആ വിവരങ്ങളെ, അതും ഒരിക്കൽ പോലും 2 തവണ പത്രസമ്മേളനം നടത്തിയ MLA ഒരിക്കൽ പോലും അതിനെ ഒന്നും എതിർത്തിട്ടില്ല, അതൊന്നും തള്ളിപ്പറഞ്ഞിട്ടില്ല. അതിൽ അദ്ദേഹത്തിന്റെ ഭാഗം പോലും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പിന്നെ എവിടെയാണ് നമ്മൾ അവിശ്വസിക്കേണ്ടത്? എന്തിനാണ് അവിശ്വസിക്കേണ്ടത്? നമ്മുടെ കണ്ണിനെയോ? അങ്ങനെ അവിശ്വസിക്കേണ്ടതുണ്ടോ? നമ്മളെ ചിന്തയെയും നമ്മുടെ കണ്ണിനെയും നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ലല്ലോ. അതേ സമയത്ത് VD സതീശൻ വന്ന് പറയാണ്, ഇപ്പുറം ഞങ്ങളിതാ കാണിച്ചു തരാം, ശരിയാക്കി തരാം എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ അങ്ങ് പിന്തുണക്കുക എന്നുള്ളതാണോ? അത് BJP ചെയ്താലും കോൺഗ്രസ് ചെയ്താലും ആര് ചെയ്താലും ഞങ്ങൾ അതിനെ എതിർക്കും. അത് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു തെറ്റ് ചെയ്താൽ അതിന് മറ്റൊരു തെറ്റ് കൊണ്ടുപോയിട്ട് ഇതാ എന്ന് കാണിച്ച് മറുപടി പറയുകയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ സാഹചര്യങ്ങളെ വ്യക്തമായി പരിശോധിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇടപെടുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ. അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഞങ്ങൾ BJP-ക്കെതിരെ എത്ര സമരങ്ങൾ നടത്തി. ഇപ്പം തന്നെ അവിടെ സ്ഫോടനം നടന്നല്ലോ പാലക്കാട് മൂത്താന്തറയിൽ. ഞങ്ങളെടുത്തല്ലേ പ്രക്ഷോഭം? എവിടെയാ കോൺഗ്രസ്? അവിടുത്തെ വലിയ കക്ഷി ഞങ്ങളാണ് എന്നൊക്കെ, BJP-യോട് ഫൈറ്റ് ചെയ്യുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ. ഷാഫി പറമ്പിൽ അവിടുത്തുകാരനാണല്ലോ, കല്യാണത്തിന് പോകുന്നുണ്ടല്ലോ ഇപ്പോഴും. എന്നാൽ അവിടെ ഇങ്ങനെ ഒരു വിഷയമുണ്ടായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ഷാഫി പറമ്പിലിൻ്റെ കണ്ടോ? ഒരു പ്രതിഷേധം കണ്ടോ? അവിടെ ഒരു സ്കൂൾ, BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂളിൽ വലിയ ഉഗ്ര സ്ഫോടനം നടന്നു. എന്തേ നിങ്ങളത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാത്തത്? എന്നിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടുവന്ന് വെറുതെ അങ്ങോട്ട് ന്യായീകരണത്തിന് ശ്രമിക്കുക, അതൊന്നും ശരിയല്ല സർ. ശരി, ഞങ്ങൾ വസ്തുതകളായി കണ്ട് അതിനെതിരെ വലിയ രീതിയിൽ ഇടപെടൽ നടത്തുന്ന സംഘടനയാണ്. ശരി ലാലെ, ഞാൻ ശ്രീകുമാറിനോട് അങ്ങനെ ചോദിക്കാനൊരു പ്രധാന കാരണം, വിൻസെൻറ്റിനെ നടപടിയെടുത്തു എന്ന് പറയുന്ന ഘട്ടത്തിൽ വാർത്താക്കുറിപ്പിറക്കി, എൽദോസ് കുന്നപ്പള്ളിയെ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് അതെല്ലാം മാസങ്ങൾ മാത്രമായിരുന്നു വാർത്താക്കുറിപ്പിറക്കി. ഏറ്റവും ഒടുവിൽ പാലോട് രവിയും മറ്റൊരു കോൺഗ്രസ് അതിന് താഴെ ഒരു ബ്ലോക്ക് അംഗമോ മറ്റോ നടപടിയെടുത്ത് അങ്ങനെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത സമയത്ത് പോലും വാർത്താക്കുറിപ്പിറക്കി. പക്ഷേ ഈ കാര്യത്തിൽ വരുമ്പോൾ എന്തേ വാർത്താക്കുറിപ്പിറക്കാനും അത് രേഖയാക്കാനും കോൺഗ്രസ് നേതൃത്വം വിമുഖത കാട്ടുന്നു? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഭരണഘടനാ പ്രകാരമല്ല എന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം നിൽക്കുമ്പോൾ ഈ വാർത്താക്കുറിപ്പ് ഒരു പബ്ലിക് ഡോക്യുമെൻ്റായി മാറിയാൽ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാം. മുല്ലപ്പള്ളിയുടെ ജംബോ കമ്മിറ്റി എന്ന പ്രശ്നം വന്നപ്പോൾ അതിനെതിരെ തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയിൽ സിവിൽ കേസ് വന്നതാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കേസ് കൊടുത്തു. അതിൽ സോണിയാഗാന്ധിയെ കക്ഷിയാക്കുന്ന നില വന്നു. സോണിയാഗാന്ധിയെ ആ നിലയിൽ ആ കേസ് മുന്നോട്ട് പോകുന്ന ഗൗരവമായ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഭരണഘടന പാലിക്കാതെയാണ് പലതും ചെയ്തത് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയ അനുഭവമുള്ളപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയാൽ അത് ഡോക്യുമെൻ്റഡ് ആണ്. താങ്കളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ലാൽകുമാർ. അതിനെന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു? ഇനി പോട്ടെ, അനിശ്ചിതകാലത്തേക്ക് പുറത്താക്കിയെന്ന് ശ്രീകുമാർ പറയുമ്പോൾ അത് അദ്ദേഹത്തോട് തന്നെ ഒരു വാർത്താക്കുറിപ്പ് വായിച്ചോ വിശദീകരിച്ചോ ബോധ്യപ്പെടുത്താമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടില്ല എന്നാണോ ലാൽകുമാർ മനസ്സിലാക്കിയത് ഈ ചർച്ചയിൽ നിന്നും? അല്ല, ഇതിനകത്ത് രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത്. അത് ഞാൻ വളരെ ശ്രീകുമാറിയേട്ടിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യാതെ ഞാൻ പറയാം. ശ്രീകുമാറിയേട്ടൻ പാവം ചർച്ചയ്ക്ക് വന്നെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്,
ഈ പറയുന്ന ഞാൻ ആദ്യം സൂചിപ്പിച്ച ഷാഫിയും അല്ലെങ്കിൽ ഈ പറയുന്ന യങ് ബ്രിഗേഡ് ചേർന്ന് രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന വി ഡി സതീശനെയും ഇതിനകത്തുണ്ടായിരുന്ന നടപടിയെടുക്കണമെന്ന് പറയുന്ന സ്ത്രീകൾ ഉൾപ്പെടെ അടങ്ങുന്ന കോക്കസിനെ സൈഡ് ലൈൻ ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിന്റെ പ്രതികരണമാണ് ഈ പറയുന്ന വി ഡി സതീശൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതിന്റെ കാരണം. അപ്പം ഇത് ഇങ്ങനെ ഒരു പത്രക്കുറിപ്പോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിലേക്കോ എവിഡന്റ്ലി വരാത്ത രീതിയിലേക്ക് അതിനെ മാറ്റി ഈ പറയുന്ന മുതിർന്ന നേതാക്കളെല്ലാം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാനത് മനസ്സിലാക്കിയത് തന്നെയാണ്. കാര്യം ഇവരുടെ പ്രതികരണത്തിൽ നിന്നും മറ്റ് പ്രതികരണത്തിൽ നിന്നും പിന്നെ വന്ന നിലപാടിന്റെ ശക്തിയും കണ്ടപ്പോൾ എന്താണ് ഒരാൾക്ക് അവസാനം വാട്ട് ഈസ് എമൗണ്ടിങ് ടു എന്ന് പറഞ്ഞൊരു ചോദ്യമില്ലേ, എന്താണ് ഇതിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും എത്തിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സസ്പെൻഷൻ മാത്രം നടന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീമാറിയേട്ടൻ ഇവിടെ പറയുന്നതിന്റെ ഒരു പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം, ഒരാളെ സസ്പെൻഡ് ചെയ്തു, പ്രാഥമിക അംഗത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്യുന്നതെങ്കിലും അയാളിലേക്കുള്ള കോൺഗ്രസിന്റെ കൺട്രോൾ, ആ ഞാനുണ്ടല്ലോ റെയിൻ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ശ്രീമാറിയേട്ടൻ. കാര്യം എന്താ, അദ്ദേഹത്തിന് രാജിവെക്കാം, വേണമെങ്കിൽ രാജിവെക്കാം എന്ന് പറഞ്ഞു. അങ്ങനല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ പുറത്താക്കിയാൽ മതിയല്ലോ. ഈ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴും ഒരു എന്തോ അദൃശ്യമായ ഒരു കൺട്രോൾ, കോൺഗ്രസിന്റെ കൺട്രോളിന്റെ പുറത്ത് തന്നെയാണ് ഇദ്ദേഹം നിൽക്കുന്നത്. ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആള് രാജിവെക്കണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കുക തന്നെ വേണം, അല്ലാതെ രാജിവെക്കാൻ പറ്റില്ല. അത് ആ പറയുന്നിടത്താണ് വേണേ പോയി രാജിവെച്ചോ എന്ന് പറയുന്നിടത്താണ് ഇവരുടെ കള്ളത്തരം. സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരാളുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഇയാളുടെ മണ്ടയ്ക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നില്ല. ഡിസ്മിസൽ ആയിരുന്നെങ്കിൽ കറക്റ്റ് ആണ്. സസ്പെൻഡ് ചെയ്ത ആള് രാജിവെച്ചാൽ ആ നിലയ്ക്ക് സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു ശിക്ഷണ നടപടിയായി കരുതാനുമാവില്ല. ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ, വളരെ ചുരുക്കത്തിൽ താങ്കളുടെ കൂടി ഒരു അഭിപ്രായം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, CPM വേണ്ടിയല്ല സസ്പെൻഡ് ചെയ്തത്, ജനങ്ങൾക്ക് വേണ്ടിയും കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയാണ്. അത് മനസ്സിലായി. ജനങ്ങളുടെ മുഖമാണ് വർത്തമാന പത്രങ്ങൾ, അവർക്കത് മനസ്സിലാകാത്തത് കൈരളിക്കും CPM പത്രത്തിനും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കുമാണ്. അത് മനസ്സിലാവില്ല. ഇന്ന് CPM പത്രം വായിച്ച ജീവിത പങ്കാളി, മറ്റു വനിതാ നേതാക്കൾ പറഞ്ഞു. ശരി, അല്ല എങ്കിൽ സന്തോഷം. പറഞ്ഞേക്കൂ CPMന്റെ വനിതാ നേതാക്കൾ എവിടെ? CPMന്റെ വനിതാ നേതാക്കൾ എവിടെ? അവരുടെ പാർട്ടിയിലത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ എവിടെ? എന്തു പറഞ്ഞു? അവർ നോക്കി പഠിക്കേ. ഷാനിമോളിനെയും അതുപോലെ ബിന്ദു കൃഷ്ണയൊക്കെ, ശൈലജ ടീച്ചറും അതുപോലെ ശ്രീമതി ടീച്ചറൊക്കെ നോക്കി പഠിക്കേ. അങ്ങനെ പാഠം പഠിക്കുക. അവരെയാണല്ലോ ഷാഫിയുടെയും രാഹുലിന്റെയും സൈബർ ടീം ഏറ്റവും അധികം ആക്രമിച്ചത്. അത് നല്ല ശീലമാണോ? ആരാക്രമിച്ചു? നിങ്ങളല്ലേ എല്ലാരും ആക്രമിച്ചത്? എനിക്കൊന്നും പറയാനില്ല ശ്രീകുമാർ, എനിക്കൊന്നും പറയാനില്ല. ആരാക്രമിച്ചു എന്നാണ് താങ്കൾ ചോദിക്കുന്നത്. പറഞ്ഞല്ലോ സൈബർ ആക്രമണം നടക്കുന്നു എന്നുള്ള ഗൗരവമായ വിഷയം വരുമ്പോൾ ആരാക്രമിച്ചു എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് കേസില്ല, ഞാൻ വിട്ടു. വസീഫ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നടപടി, അതെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ശ്രീകുമാർ സ്ഥാപിക്കുന്നതെങ്കിൽ ക്യുക്കായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശരത്തെ, ഒരു കാര്യം ഞാൻ പറയാം. ശരത്തെ, CPMന്റെ കാര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ്. അല്ല, ഇന്ന് ചർച്ചാ വിഷയം കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടമാണ്. ആഗ്രഹിക്കുന്നത് MLA സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നാണ്. അത് മാറ്റി നിർത്താൻ ജനം ആഗ്രഹിക്കുന്നത് MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നാണ്. കോൺഗ്രസിനും കോൺഗ്രസ് കുടുംബങ്ങൾക്കും ഒന്നും ആവശ്യമില്ലാത്ത, താല്പര്യമില്ലാത്ത ഒരാളെ എന്തിനാണ് പാലക്കാട്ടെ ജനങ്ങളുടെ മുകളിൽ വീണ്ടും ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് അവിടെ നിർത്തുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് പാലക്കാട്ടെയും കേരളത്തിലെയും ജനങ്ങൾ ചോദിക്കുന്നത്. മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം എന്ന് തന്നെയാണ്. ചോദ്യങ്ങൾ അങ്ങനെ നിരവധിയായി തന്നെ തുടരുകയാണ്. അച്ചടക്ക നടപടി, ഇപ്പോഴത്തെ ഈ സംഘടനാ നടപടി അത് മാതൃകാപരമല്ല എന്ന് കൂടുതൽ ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഒന്നൊന്നായി വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രേഖാമൂലം സ്പീക്കറെയോ സ്പീക്കറുടെ ഓഫീസിനെയോ ഒരു അടിയന്തര നടപടിയുടെ അതേ വേഗതയ്ക്കനുസരിച്ച് ഈ നേരം കൊണ്ട് അറിയിച്ചിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷം എന്നുള്ളതുകൂടി പ്രതിപക്ഷ നേതാവ് അടക്കം അറിയിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം സ്പീക്കർ എന്ന് പറഞ്ഞതിലൂടെ വെളിപ്പെടുന്നു. അതടക്കമുള്ള സാഹചര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായത്. വളരെയധികം നന്ദി 3 പേർക്കും സഹകരിച്ചതിന്. ഒപ്പം ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.